ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യൻ സിനിമകളിലെ ഏറ്റവും വലിയ സിനിമയാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. അജിത്തിന് നായകനാക്കി അതിക് രവിചന്ദ്രൻ, മാർക്ക് ആന്റണി എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്തൊരു ഫാൻ ബോയ് പടം കൂടിയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഇപ്പോഴത്തെ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സിനിമയുടെ ആദ്യ ഷോ ആരംഭിച്ചിരിക്കുന്നത് രാവിലെ 9 മണിയോടെയാണ്. അതിനു മുന്നേ സിനിമയുടെ വിദേശ രാജ്യത്തെ പ്രീമിയർ ഷോസിനെല്ലാം തന്നെ ശേഷമുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങും നിന്നും ഗുഡ് ബാഡ് അഗ്ലി നേരിടുത്തിരിക്കുന്നത് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം അജിത്തിന്റെ എനർജറ്റിക് പ്രകടനം കാണുന്ന കഴിഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള മികച്ച സിനിമയായിട്ട് ഈ ഒരു ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ മാറുന്നു എന്നാണ് സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട പോസിറ്റീവ്. അജിത്ത്, അർജുൻ ദാസ്, ഒപ്പം തന്നെ തൃഷ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയിലെ അർജുൻ ദാസിന്റെയും അജിത്തിന്റെയും പ്രകടനം, ഒപ്പം തന്നെ ജി.വി. പ്രകാശിന്റെ സംഗീതം, അതിക് രവിചന്ദ്രന്റെ സിനിമയുടെ സംവിധാനം, ഒപ്പം തന്നെ മേക്കിംഗ് മികവ്, ഒപ്പം തന്നെ ടെക്നിക്കൽ മികവെല്ലാം തന്നെയാണ് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്ന ഘടകങ്ങൾ. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ ആരാധകരിൽ നിന്ന് വലിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ, ആരാധകർക്ക് കാണാവുന്ന എല്ലാം തന്നെ സിനിമയിലുണ്ട് എന്നൊരു അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ കുറേയധികം സിനിമകൾക്ക് ശേഷം അജിത്തിന് വയ്യ എന്ന് ആദ്യമായിട്ട് കേൾക്കാത്ത ഒരു റിവ്യൂ ആയിട്ട് ഇതിനോടൊപ്പം തന്നെ ഗുഡ് ബാഡ് അഗ്ലിയുടെ റെസ്പോൺസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ്, ഒപ്പം തന്നെ ഇമോഷണൽ കണക്ഷന്റെ കുറവ് എല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ സിനിമയെ ബാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. വിജയ് സിനിമകളുടെ അടക്കം റെഫറൻസോട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഗുഡ് ബാഡ് അഗ്ലി അങ്ങനെ ആദ്യം പുറത്തു വന്ന അഭിപ്രായങ്ങളുടെ പോസിറ്റീവ് നേടിയെടുത്തിരിക്കുന്നു. ഇനി തമിഴ്നാട് റെസ്പോൺസ് കളക്ഷൻ റിപ്പോർട്ട് അറിയാനായിട്ട് കാത്തിരിക്കും.